നമസ്കാരം, കിം ശ്രീചാന്ദ് ഹെൽത്ത് ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കിഡ്നി ഫെയിലിയർ, അതോടൊപ്പം തന്നെ അതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്. നമുക്ക് പ്രധാനമായിട്ടും സാധാരണ ആളുകൾക്ക് അറിയേണ്ടത് രണ്ട് തരം കിഡ്നി തകരാറിനെ കുറിച്ചിട്ടാണ്. അതായത് ക്രോണിക് കിഡ്നി ഡിസീസ്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അതായത് സ്ഥായിയായിട്ടുള്ള കിഡ്നിയുടെ തകരാറും താൽക്കാലികമായി ഉണ്ടാകുന്ന കിഡ്നിയുടെ തകരാറും. അപ്പം സ്ഥായിയായ ഒരു രോഗമുള്ള ഒരാൾക്ക് പലപ്പോഴും നമ്മൾ രക്തം പരിശോധിക്കും, റിപ്പോർട്ട്സിലെ വേരിയേഷൻസ്. ഇപ്പം നമുക്ക് സാധാരണ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 1.34 വരെയൊക്കെ നോർമൽ പറയുന്നു. ഇപ്പോൾ ഡോക്ടർ പറയുന്ന ചില പേഷ്യൻസിന് ചിലപ്പം അവർ നോക്കുമ്പോൾ ലാബിലെ റിപ്പോർട്ടിൽ ക്രിയാറ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കാം, 2-3 ഉള്ള പേഷ്യൻ്റ് ആയിരിക്കാം. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും പൊട്ടാസ്യം വളരെ അധികം, ആസിഡിൻ്റെ അളവ് വളരെ കുറവ്, മൂത്രം ഒട്ടും വരുന്നില്ല, നമുക്ക് ശ്വാസം വെന്റിലേറ്ററിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പം ചിലപ്പോഴും സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ടേംസിലായിരിക്കില്ല ഓരോ പേഷ്യൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഡയാലിസിസിൻ്റെ ആവശ്യം വരുന്നത്. നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ പോലും ഈ യൂറിയ ഇങ്ങനെ കൂടി പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ ഒന്ന് സജസ്റ്റ് ചെയ്യും. കാരണം ഹൈ യൂറിയ ബ്ലീഡിങ്ങിനൊരു പിന്നെയും ഫർദർ ബ്ലീഡിങ് കോസ് ചെയ്യാനൊരു കാരണമായിട്ട് നിൽക്കാം അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്. അപ്പോൾ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് വരുന്ന എല്ലാ രോഗികളൊന്നും സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകില്ല. പക്ഷേ കുറച്ച് രോഗികൾ അവർക്ക് മൾട്ടിപ്പിൾ ഓർഗൻസ് അഫക്റ്റ് ചെയ്യാം. അതിൽ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് കിഡ്നി. അപ്പോൾ ആ കിഡ്നി അവയവത്തിന് ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ ഏർലി ആയിട്ട് ഡയാലിസിസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും.